വിലയേറിയ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം വന്നെത്തിയ കാലഘട്ടം ഒരു പ്രത്യേക കാലഘട്ടമാണ്. ലോകത്തിലാഗോളം കണ്ണോടിച്ചാൽ വളരെ അസ്വസ്ഥതകൾ മാത്രമല്ല, എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ചോദ്യത്തിന് മുന്നിൽ ലോകം മുഴുവൻ വാസ്തവത്തിൽ ഉത്തരമില്ലാതെ നിൽക്കുകയാണ്. സാമ്പത്തികമായി ലോകത്തിലാഗോളമായി ഒരു പ്രതിസന്ധി ഉണ്ടായി. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിച്ചപ്പോൾ ലോകത്തിലാഗോളം അതിൻ്റെ തിരമാലകൾ അടിക്കുവാനായിട്ടും ലോകരാഷ്ട്രങ്ങളിൽ വലിയ കുലുക്കങ്ങൾ സംഭവിക്കുകയും ചെയ്തു. മധ്യപൂർവ്വദേശം കത്തിയെരിയുന്നതുപോലെ ഗാസയുടെ പ്രദേശത്ത് സംഭവിച്ച, ഈ അടുത്ത കാലത്ത് സംഭവിച്ച ഇസ്രയേലിൻ്റെ ഭയങ്കരമായ ആക്രമണം ഗാസയുടെ പ്രദേശത്ത് മാത്രമല്ല, ഏതാനും വർഷം മുമ്പ് ലെബനോന്റെ പ്രദേശത്തും അതുപോലെ അവർ നടത്തുന്ന ഭയങ്കരമായ ആക്രമണങ്ങൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള തീവ്രമായ ആക്രമണങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുമ്പോൾ ദൈവജനം എന്ത് പറയുന്നുവെന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇറാൻ ന്യൂക്ലിയർ ബോംബുകൾ നിർമ്മിക്കുന്നു. ലോകരാഷ്ട്രങ്ങൾ എങ്ങനെ അതിനെ നേരിടണമെന്ന് ഭയന്നുകൊണ്ട് നോക്കി നിൽക്കുമ്പോൾ, ഇന്ന് ബോംബ് ചെയ്യുമോ നാളെ ബോംബ് ചെയ്യുമോ എന്ന് സംശയിച്ചുകൊണ്ട് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുകയാണ്. ഇതിന്റെ മധ്യത്തിൽ കടന്നു വന്ന ദൈവജനത്തോട് ഞാൻ ഓർപ്പിക്കട്ടെ, എന്നെ കേൾക്കുവാൻ കടന്നു വന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവ് സമീപിച്ചുവെന്ന് ഈ സംഭവങ്ങൾ വളരെ വ്യക്തമായി ഓർപ്പിക്കുന്നുണ്ട്. ദൈവസഭ മാറ്റപ്പെട്ട ശേഷം ഈ ഭൂമിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി ലോകം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇസ്രായേൽ രാഷ്ട്രം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമാണ്. ലോകരാഷ്ട്രങ്ങൾക്ക് യാതൊരു വിധത്തിൽ പരിഹാരം കാണുവാൻ കഴിയാത്ത വിധത്തിൽ ഇസ്രായേൽ രാഷ്ട്രം വലിയൊരു പ്രശ്നമായി ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ തീർന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ തുടച്ചു കളയണം. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രമില്ലാതെ അതിനെ തീർക്കണം. ആ രാഷ്ട്രത്തെ അവിടെ നിന്ന് പറിച്ചു കളയാതെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകില്ല. ലോകത്തിൽ ഒരുപാട് സമാധാന സംഭാഷണങ്ങൾ ഇതോടുള്ള ബന്ധത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനൊക്കെ ഒരു ഉത്തരവും ലഭിക്കാതെ നോക്കുമ്പോൾ, ലോകമനുഷ്യൻ വളരെ അധികം ചിന്താകുലയിൽ കഴിയുമ്പോൾ വേദപുസ്തകം അതിന് തക്കതായ മറുപടികൾ തരുന്നുണ്ട്. ഞാൻ എൻ്റെ പ്രഭാഷണം ഇവിടെ ആരംഭിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാഷ്ട്രം ദൈവജനത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം ലോകരാഷ്ട്രങ്ങളുടെ മധ്യത്തിൽ ദൈവം അവയെ നട്ടിരിക്കുകയാണ്. എസെക്കിയേൽ പ്രവചനം 5:5 എസെക്കിയേൽ 38:12 വളരെ വ്യക്തമായ ദൈവം പറയുന്നുണ്ട്, ഞാൻ ലോകരാജ്യങ്ങളുടെ മധ്യത്തിൽ അവർക്ക് സ്ഥാനം കൊടുത്തു. ലോകരാഷ്ട്രങ്ങളുടെ മധ്യമാണ് ഇസ്രായേൽ രാഷ്ട്രം. ഇസ്രായേലിന്റെ മധ്യഭാഗമാണ് യെരുശലേം. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ ലോകത്തിന്റെ കേന്ദ്രമാണ് യെരുശലേം എന്ന് പറയുന്നത്. നാം അല്പസമയം കഴിയുമ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. എന്നാൽ ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ലോകരാഷ്ട്രം ഭൂമുഖത്ത് ഏതാണ്ട് 2000 വർഷങ്ങൾ AD 70 ശേഷം 2000 വർഷങ്ങളായിട്ട് ലോകത്തിലില്ലായിരുന്നു. എന്നാൽ 1948 അവരൊരു രാഷ്ട്രമായി തീർന്ന ശേഷം ഭയങ്കരമായ പ്രശ്നങ്ങൾ രാഷ്ട്രീയ മണ്ഡലത്തിൽ ആവിർഭവിച്ചു. റോമലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാൻ ആഗ്രഹിക്കുന്നു. റോമലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശുദ്ധ അപ്പോസ്തലനായ പൗലോസും ഒരു യഹൂദനായിരുന്നു. തൻ്റെ മനസ്സിൽ വളരെയധികം ആകുല ചിന്തകൾ കടന്നു വന്നു ഈ രാഷ്ട്രത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ. ആ ചിന്തയുടെ ഫലമായി താൻ ചോദിച്ച ഒരു ചോദ്യമാണ്, എന്നാൽ ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ചോദിക്കുന്നു. ഒരു നാളും ഇല്ല. ദൈവം ഇസ്രായേൽ രാഷ്ട്രത്തെ ആ വിധത്തിൽ തള്ളിക്കളഞ്ഞിട്ടില്ല എന്ന് പൗലോസ് പറയുകയാണ്. ദൈവം സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ? ഒരു നാളുമില്ല. ഇന്ന് എനിക്ക് ഓർപ്പിക്കാനായിട്ടുള്ളൊരു കാര്യം, വളരെ വ്യക്തമായി പൗലോസ് ഓർപ്പിച്ച പോലെ സ്വന്തം ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ആ രാഷ്ട്രത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടലിന് വ്യത്യാസമുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, ആ രാഷ്ട്രത്തെ ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണ് ഇന്ന് അവരൊരു രാഷ്ട്രമായി തീരുവാനായിട്ട് ഇടയായത്. ലോകത്തിന്റെ മധ്യത്തിൽ ഒരു ചെറിയ രാഷ്ട്രമാണ്. വെറും 470 കിലോമീറ്റർ നീളവും വീതി കൂടിയ ഭാഗം 135 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അമേരിക്കയുടെ കാലിഫോർണിയ എന്ന് പറയുന്ന സംസ്ഥാനത്തിന്റെ 1/20 ഭാഗം മാത്രമേ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രമുള്ളൂ. അവരെ ചുറ്റിവളഞ്ഞു കിടക്കുന്നത് ഏതാണ്ട് 21 ഇസ്ലാമിക് രാജ്യങ്ങളാണ്. 21 ഇസ്ലാമിക് രാജ്യങ്ങളും അവരെ തുടച്ചു കളയുവാൻ വാസ്തവത്തിൽ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അനേക പ്രാവശ്യം അതിന് തുനിഞ്ഞിട്ടുള്ളവരാണ്.
എന്നാൽ ഈ ചെറിയ രാഷ്ട്രത്തെ തുടച്ചു കളയുവാൻ കഴിയുന്നില്ല. ഇന്ന് ആ രാഷ്ട്രം സന്ദർശിച്ചാൽ അത്ഭുതകരമായ കാര്യങ്ങൾ കാണുവാൻ കഴിയും. ഈ വേദപുസ്തകത്തിലെ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെട്ടത് കാണുവാൻ കഴിയും. ഇന്ന് അത് മുഴുവൻ ചിന്തിപ്പാൻ സമയമില്ല. എന്നാൽ ഒരു കാര്യം ഓർപ്പിക്കട്ടെ, ആ രാഷ്ട്രത്തിൽ സംഭവിക്കുന്നതൊന്നും അവിചാരിതമല്ല എന്ന് പറയട്ടെ. ഇവിടെ പൗലോസ് ഓർപ്പിച്ച പോലെ തന്റെ സ്വന്തം ജനത്തെ ദൈവം തള്ളിക്കളഞ്ഞുവോ? ഒരു നാളുമില്ല. ദൈവം അവരെ തള്ളിക്കളഞ്ഞിട്ടില്ലേ. കഴിഞ്ഞ 2000 വർഷം അവർ ലോകത്തിൽ ഉഴന്നു നടന്നു, ശരിയാണ്. ജെറമ്യ പ്രവചനം 31 അധ്യായത്തിലേക്കൊന്ന് മടങ്ങി വരാം. ആ പ്രവചന ഭാഗം വളരെ വ്യക്തമായി ഈ രാഷ്ട്രത്തോടുള്ള ദൈവത്തിന്റെ ഇടപെടലിനെ 2 ഭാഗങ്ങളെ ദൈവം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇന്ന് ഈ പ്രഭാതവേളയിൽ ആ ഭാഗമൊന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ജെറമ്യ പ്രവചനം 31 അധ്യായത്തിന്റെ 28 വാക്യം നോക്കിയാട്ടെ. ജെറമ്യ പ്രവചനം 31:28 ദൈവം ഇങ്ങനെ പറയുന്നു: അന്ന് ഞാൻ പറിപ്പാനും പൊളിപ്പാനും ഇടിപ്പാനും നശിപ്പിപ്പാനും കഷ്ടപ്പെടുത്തുവാൻ അവരുടെ മേൽ ജാഗരിച്ചിരുന്നു. ഐ വാസ് വാച്ചിങ് ഓവർ ദം ടു പ്ലഗ് ദം. അവരെ പറിച്ചു കളയുവാൻ, അവരെ മുടിച്ചു കളയുവാൻ, അവരെ നശിപ്പിക്കുവാൻ ഞാൻ ജാഗരിച്ചിരുന്നു. കഴിഞ്ഞ 2000 വർഷത്തിന്റെ ചരിത്രം നമുക്കത് വളരെ വ്യക്തമാക്കും. എന്നാൽ ആ വാക്യത്തിന്റെ 2ാം ഭാഗം നോക്കിക്കാട്ടെ. ജാഗരിച്ചിരുന്നത് പോലെ പണിവാനും നടുവാനും അവരുടെ മേൽ ജാഗരിച്ചിരിക്കും. ഒരു കാലത്ത് ദൈവം അവരെ നശിപ്പിക്കുവാൻ ജാഗരിച്ചിരുന്നു. ഐ വാസ് വാച്ചിങ് ഓവർ ദം. അവരുടെ നാശത്തിന് വേണ്ടി ദൈവം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അവരെ തകർത്ത് കളയുവാൻ ദൈവം നോക്കിക്കൊണ്ടിരുന്നു. AD 70 ദേശത്തുനിന്ന് അവരെ പറിച്ചു കളഞ്ഞു. AD 135 അവരിൽ ആരെയും അവിടെ ശേഷിപ്പിക്കാതെ ലോകത്തിൽ അവരെ മുഴുവൻ ആട്ടിപ്പായച്ചു കളഞ്ഞു. ആ വിധത്തിൽ ദൈവം ആ ജനത്തെ പറിച്ചു കളയുവാനും മുടിപ്പാനും ജാഗരിച്ചിരുന്നു. എന്നാൽ ദൈവം പറയുന്നു, ആ വിധത്തിൽ ദൈവം ജാഗരിച്ചതുപോലെ തന്നെ അവരെ പണിയുവാനും അവരെ നടുവാനും ദൈവം ജാഗരിക്കും. സ്വർഗത്തിൽ ഒരു ദൈവമുണ്ട്. ആ ദൈവം പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ രാഷ്ട്രം. കഴിഞ്ഞ 2000 വർഷം ദൈവം പറഞ്ഞ പോലെ അവരെ പറിക്കുവാനും അവരെ പൊളിക്കുവാനും അവരെ നശിപ്പിക്കുവാനും ദൈവം ജാഗരിച്ചതുപോലെ, അതുപോലെ ദൈവം അവരെ പണിയുവാനും നടുവാനും ജാഗരിക്കുന്നു. ഈ രാഷ്ട്രം സന്ദർശിച്ചാൽ ഈ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ അവർ പണിയപ്പെടുന്നതും അവർ നടപ്പെടുന്നതും കാണുവാൻ കഴിയും. 2 പ്രാവശ്യം ആ രാഷ്ട്രം സന്ദർശിപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. 2 പ്രാവശ്യം ഞാൻ അവിടെ കടന്നുപോയി. 2 പ്രാവശ്യം ആ രാജ്യം സന്ദർശിച്ചപ്പോൾ പ്രവചന വിഷയങ്ങൾ ഒന്നൊന്നായി അവിടെ നിവർത്തിക്കപ്പെടുന്നത് കണ്ണുകൊണ്ട് കാണുവാൻ സാധിച്ചു. ആ രാഷ്ട്രത്തിൽ ഇസ്രായേൽ ജനങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളത് മറക്കരുത്. ഇന്ന് ലോകത്തിന്റെ മധ്യത്തിൽ ഏതാണ്ട് 55 ലക്ഷം യഹൂദന്മാർ തിങ്ങിപ്പാർക്കുന്ന ഒരു കൊച്ചു രാജ്യം ഇസ്രായേൽ. എന്നാൽ 1880-കളിൽ 1800-ാം ആണ്ടിൽ 1000 യഹൂദന്മാർ പോലും ആ ദേശത്തില്ലായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വസ്തുനിഷ്ഠമായിട്ട് ഈ കാര്യം അവതരിപ്പിക്കട്ടെ. 1800-ാം ആണ്ടുകളിൽ പലസ്തീന്റെ മണ്ണിൽ 1000 യഹൂദന്മാർ പോലും ഇല്ലായിരുന്നു. 1000 യഹൂദന്മാരില്ലായിരുന്ന ഇടത്തിൽ ഇന്ന് 55 ലക്ഷം യഹൂദന്മാരുണ്ട്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു, അവരെ പറിപ്പാനും പൊളിപ്പാനും ഞാൻ ജാഗരിച്ചിരുന്നത് പോലെ അവരെ നടുവാനും പണിയുവാനും ഞാൻ ജാഗരിക്കും. ഇന്ന് അവരൊരു രാഷ്ട്രമായി കാണുന്നതിന്റെ കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, അവിചാരിതമായിട്ടല്ല. 1800-ാം ആണ്ടിൽ 1000 യഹൂദന്മാരല്ലായിരുന്ന ഇടത്തിൽ ഈ വായിച്ച ജെറമ്യ 31:27 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്. അതിന്റെ 27 വാക്യത്തിൽ, ഞാൻ ഇസ്രായേൽ ഗൃഹത്തിലും യഹൂദ ഗൃഹത്തിലും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. പ്രവാചകനിലൂടെ ദൈവം പറഞ്ഞു, അങ്ങനെ ഒരു കാലഘട്ടം വരും. ഞാൻ ഇസ്രായേലിൽ വീണ്ടും മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വിത്ത് വിതയ്ക്കുന്ന കാലം വരും. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഇന്നവിടെ 55 ലക്ഷം ജനങ്ങളുള്ളപ്പോൾ ജെറമ്യ 31:27 പറയുന്ന പോലെ ദൈവം അവിടെ അവരുടെ വിത്തുകൾ വിതച്ചതാണ്. ദൈവം അവരെ കുറേശ്ശെ കൂട്ടിവരുത്തി. അത്ഭുതകരമായി അവർ മടങ്ങി വന്നു. 1948-ൽ അവർ സ്വതന്ത്രമായപ്പോൾ ഏതാണ്ട് 6.25 ലക്ഷം ജനങ്ങൾ അവിടെ കുടിയേറി. ദൈവം അവരെ മടക്കിക്കൊണ്ടുവന്ന ചരിത്രം അത്ഭുതങ്ങളിൽ അത്ഭുതമാണ്. 2 ലോകമഹായുദ്ധങ്ങൾ ദൈവം അതിനായി ഉപയോഗിച്ചു. 1-ാം ലോകമഹായുദ്ധം അവരുടെ മാതൃരാജ്യം വീണ്ടെടുക്കുവാൻ ബ്രിട്ടീഷുകാരുടെ കീഴിൽ കൊണ്ടുവരാൻ ദൈവം ഇടയാക്കി. 2-ാം ലോകമഹായുദ്ധകാലത്ത് ജർമ്മനി മുഖാന്തരം
അവർക്ക് ജീവിപ്പാൻ സാധ്യമല്ലാതെ വന്നപ്പോൾ അവരവിടെ കുടിയേറുവാൻ നിർബന്ധിതരായി മാറി. 2 ലോകയുദ്ധങ്ങൾ ഈ ജനത്തെ അവിടെ മടക്കി കൊണ്ടുവന്നു. സ്വർഗത്തിലെ ദൈവം പറഞ്ഞതുപോലെ വീണ്ടും അവരുടെ വിത്തുകൾ അവിടെ വിതച്ചു. ഞങ്ങൾ ആ ദേശത്ത് പോയി. ഞങ്ങളവിടെ ചെന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യവും മാത്രമല്ല, ഈ ദൈവജനത്തിലെ ഒരു വാക്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു. ഞങ്ങളിവിടെ ഇസ്രയേലിൽ പ്രവേശിച്ചപ്പോൾ അതിൻ്റെ ഇമിഗ്രേഷനിൽ കൂടെ കടന്നപ്പുറത്ത് കടന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, ഇസ്രയേലിൻ്റെ ഏറ്റവും അപകടപൂർണമായ ഭാഗമെന്ന് പറയുന്നത് അവരുടെ ഇമിഗ്രേഷനാണ്. ശത്രുവിന്റെ മധ്യത്തിൽ പാർക്കുന്നവർ, ഭീകരവാദികൾ എപ്പോഴും നുഴഞ്ഞു കയറുവാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിൽ അവരുടെ ഇമിഗ്രേഷൻ വളരെ കർക്കശമാണ്. ഞങ്ങളവിടെ ശ്രദ്ധിച്ചപ്പോൾ അവരുടെ ഇമിഗ്രേഷനിൽ മുഴുവൻ സ്ത്രീകളാണ് ഇരിക്കുന്നത്, ചെറുപ്പക്കാരായ യഹൂദ സ്ത്രീകൾ. അപ്പുറത്ത് കിടന്നപ്പോൾ ആയുധങ്ങളെടുത്ത യഹൂദ സ്ത്രീകൾ. വചനത്തിലേക്ക് ഒന്ന് നോക്കിയാട്ടെ, 31-ാം അധ്യായത്തിൽ തന്നെ നോക്കിയാട്ടെ, അതിന്റെ 21-22 വാക്യം നോക്കിയാട്ടെ. നിനക്ക് അടയാളങ്ങളെ വെക്കുക, കൈയുണ്ടികളെ നാട്ടുക, നീ പോയ പെരുവഴി മനസ്സിൽ വെച്ചുകൊള്ളുക, ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക. ഉഴന്നു നടക്കുന്ന യഹോവ ദേശത്തൊരു പുതുമ സൃഷ്ടിക്കുന്നു, സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. എന്നെ പ്രിയപ്പെട്ടവരെ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ, ദൈവം അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ ദൈവം അവിടെ ഒരു പുതുമ സൃഷ്ടിക്കും. എന്താണ് ആ പുതുമ? സ്ത്രീ പുരുഷനെ ചുറ്റി പരിപാലിക്കും. യഹൂദന്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീയും ആയുധമെടുത്തിട്ടില്ലേ? യഹൂദ ചരിത്രത്തിൽ ആയുധമെടുത്തിട്ടില്ല സ്ത്രീകൾ. എന്നാൽ ഇവിടെ രേഖപ്പെടുത്തി വീണ്ടും അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ അവരുടെ സ്ത്രീകൾ അവരുടെ പുരുഷന്മാരെ ചുറ്റി പരിപാലിക്കും. എത്ര വ്യക്തമായത് കാണുവാൻ കഴിഞ്ഞു. ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ച് ഞാൻ ആ ഭാഗം ഒന്ന് വിടാം. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം, ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായം, അവിടെ കണ്ട ചില കാര്യങ്ങൾ ഞാൻ അതിൽ ചിലത് മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. ആമോസിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, ഞാൻ എൻ്റെ ജനമായ ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും, ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ അവർ പണിത് പാർക്കും, മുന്തിരിത്തോട്ടങ്ങളുണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കും, തോട്ടങ്ങളുണ്ടാക്കി അവയുടെ ഫലം അനുഭവിക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി പറിച്ചു കളയുകയില്ല. ഈ വേദഭാഗത്തിൽ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ അവർ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ നട്ടുണ്ടാക്കി വീഞ്ഞു കുടിക്കും. പലസ്തീന്റെ മണ്ണിൽ ഒരു പുല്ലുപോലും വളർന്നിരുന്നില്ല. പലസ്തീന്റെ മണ്ണിൽ ശൂന്യമായി കിടന്ന പ്രതലമായിരുന്നു. ഞങ്ങൾ കനാൻ എന്ന് പറയുന്ന യേശുക്രിസ്തു വെള്ളം വീഞ്ഞാക്കിയ സ്ഥലത്ത് ഞാൻ സന്ദർശിച്ചപ്പോൾ അവിടെയുള്ള കടകളിലെല്ലാം സന്ദർശിക്കുന്നവർക്ക് വീഞ്ഞ് സൗജന്യമായി കുടിക്കാൻ കൊടുക്കുന്നുണ്ട്. വീഞ്ഞ് രുചിച്ചു നോക്കുവാൻ അവർ തരും. ഈ പ്രവചനം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവം അവരെ മടക്കി കൊണ്ടുവരുമ്പോൾ അവർ വീണ്ടും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി വീഞ്ഞു കുടിക്കും. ഞാൻ ആ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവിടെ അനേക പട്ടണങ്ങൾ ഉയർന്നു, വലിയ വലിയ പട്ടണങ്ങൾ. ടെൽ അവീവ്, ബർഷീബ, ഹൈഫ, ജെറുസലേം മുതലായ വലിയ പട്ടണങ്ങൾ അവിടെ ഉയർന്നു. ആ പ്രദേശങ്ങളെല്ലാം ശൂന്യമായി കിടന്ന പ്രദേശങ്ങളാണ്. ഞാൻ ഒരു കാര്യം ഓർപ്പിക്കാനായിട്ടാണ് അത്രയും പറഞ്ഞത്. സ്വർഗത്തിലെ ദൈവം ജെരമ്യ പ്രവചനം 31:28 പറഞ്ഞ പോലെ, ഞാൻ പറിപ്പാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ജാഗരിച്ചിരുന്ന പോലെ അവരെ പണിയുവാനും നടുവാനും ജാഗരിക്കും. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് അവിചാരിതമല്ലേ? ഇസ്രായേൽ രാഷ്ട്രം അവിചാരിതമല്ലേ? ഇസ്രായേൽ രാഷ്ട്രം മടങ്ങി വന്നത് അവിചാരിതമല്ലേ? അവിടെ സംഭവിക്കുന്നത് അവിചാരിതമല്ലേ? ഒരു കാലത്ത് സ്വർഗത്തിലെ ദൈവം അവരെ നശിപ്പിക്കുവാൻ ജാഗരിച്ചിരുന്ന പോലെ സ്വർഗത്തിലെ ദൈവം അവരെ മടക്കി കൊണ്ടുവരാനായിട്ട് ജാഗരിച്ചു. അതിന്റെ ഫലമായി ആ രാഷ്ട്രം മടങ്ങി വന്നു. ആ രാഷ്ട്രം മടങ്ങി വന്ന ശേഷം, സ്വർഗത്തിലെ ദൈവം അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, അവർ പരാജയം കണ്ടിട്ടില്ലേ? കഴിഞ്ഞ 2000 വർഷം തോൽവി മാത്രം കണ്ടുകൊണ്ട് മറ്റുള്ളവരാൽ വാസ്തവത്തിൽ കൊല്ലപ്പെട്ടവരായി അധമന്മാരെ പോലെ ലോകത്തിന്റെ എല്ലാ കോണിലും കൊല്ലപ്പെട്ട് കിടന്നിരുന്ന ഈ ജനം ദൈവം അവരെ മടക്കി കൊണ്ടുവന്ന ശേഷം ഒരിക്കൽ പോലും അവർ തോൽവി കണ്ടിട്ടില്ല. ഒരു യുദ്ധത്തിലും അവർ തോറ്റിട്ടില്ല. അവരുടെ വിജയത്തിന്റെ കൊടികൾ മാത്രം പാറുകയാണ്. അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഞാൻ ആ വാക്യം കൂടെ വായിച്ച് ഏറ്റവും ആനുകാലികമായ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ ആ ഭാഗം കൂടെ ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. എസെക്കിയേൽ പ്രവചനം 36-ാം അധ്യായം നടത്താട്ടെ. 21 പ്രാവശ്യം ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അത് ചെയ്യും, ഞാൻ അത് ചെയ്യും. ഐ വിൽ എന്ന് 21 പ്രാവശ്യം ദൈവം പറയുന്നുണ്ട്. ഐ വിൽ. എന്താണ് ദൈവം പറയുന്നത്? ആ 36-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങൾ തൊട്ട് വായിച്ചാൽ
21 പ്രാവശ്യം ഞാനത് ചെയ്യും എന്ന് ദൈവം പറയുമ്പോൾ എന്താണ് ദൈവം പറയുന്നത്? അതിന്റെ 24-ാം വാക്യം നോക്കിക്കാട്ടെ. ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് നിങ്ങളെ ശേഖരിച്ച് സ്വന്തം ദേശത്ത് വരുത്തും. ഞാൻ നിങ്ങളെ മടക്കി വരുത്തും. എന്നാൽ അതിന്റെ 9-ാം വാക്യം നോക്കിക്കാട്ടെ. അതിന്റെ 9-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഒരു കാലത്ത് ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിനക്ക് പ്രതികൂലമാണ്. ലേവ്യ പുസ്തകം 26-ന്റെ-41 വാക്യം. ലേവ്യർ 26-41 ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിനക്ക് പ്രതികൂലമാണ്. ഞാൻ നിന്നെ ജാതികളിൽ ചിതറിക്കും, നിന്റെ പിന്നാലെ വാളൂരും. എന്നാൽ ദൈവം അവരെ മടക്കി കൊണ്ടുവന്നു. ദൈവരോട് പറഞ്ഞ വാക്ക് എസെക്കിയേൽ 36 നമ്മൾ വായിച്ചു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. ഐ ആം ഫോർ യു. ലോകരാഷ്ട്രങ്ങൾ ഈ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ ദൈവം എന്ത് ചെയ്യുന്നു എന്ന് മനസ്സിലാകാതെ രാഷ്ട്രീയ കരുക്കളെ നീക്കുമ്പോൾ, ഇന്ന് പ്രഭാതത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, ഉയരത്തിലെ ദൈവത്തിന്റെ ആലോചനയ്ക്ക് വിരുദ്ധമായി ലോകരാഷ്ട്രങ്ങൾ നീങ്ങുകയാണ്. പത്രങ്ങളിലും വാർത്താമാധ്യമങ്ങളിലുള്ള വാർത്തകൾ ഈ രാഷ്ട്രത്തിന് പ്രതികൂലമായി ലോകം മുഴുവൻ തിരിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഒരു കാര്യം ഓർക്കുക, ദൈവം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അനുകൂലമാണ്. ലോകം മുഴുവൻ അവർക്ക് പ്രതികൂലമായാലും അവർക്ക് അനുകൂലമായ ദൈവമുണ്ട്. അവർ ഇന്ന് മടങ്ങി വന്നു. എന്നാൽ അവരുടെ ഉള്ള ബന്ധത്തിൽ വളരെ പ്രധാനമായ വലിയ വ്യത്യാസങ്ങൾ ലോകരാഷ്ട്രങ്ങളിൽ വന്നു തുടങ്ങി. എന്താണ് ഞാൻ പറയാൻ പോകുന്നത്? ഇവരൊരു രാഷ്ട്രമായ ലോകത്തിൽ മടങ്ങി വന്നപ്പോൾ അവർ രാഷ്ട്രമായി നിലനിൽക്കുവാൻ കാരണമായതിന്റെ കാരണം അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രമാണ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഒരു പക്ഷെങ്കിൽ ഞാൻ അമേരിക്ക സന്ദർശിച്ച് വന്നേ ഉള്ളൂ. അനേകർ എന്നോട് അവിടെ ചോദിച്ചു, തിരുവചനത്തിൽ അമേരിക്കയെക്കുറിച്ച് എന്തെങ്കിലും പ്രവചനമുണ്ടോ? ഞാൻ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇസ്രയേൽ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ അമേരിക്കയ്ക്ക് വളരെ പ്രാധാന്യതയുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം ഇന്ത്യ എന്ന പോലെയോ ചൈനയെ പോലെയോ പാകിസ്ഥാനെ പോലെയുള്ള ഒരു രാജ്യമല്ല. 17-ാം നൂറ്റാണ്ടിൽ 37 ലക്ഷം ആളുകൾ അവിടെ കുടിയേറി പാർത്തതാണ്. 17-ാം നൂറ്റാണ്ടിൽ അവിടെ കുടിയേറി. യൂറോപ്പിന്റെ പ്രദേശത്ത് നിന്ന് പ്യൂരിറ്റൻസ്, ക്വേക്കേഴ്സ് എന്ന് പറയുന്ന ഭക്തന്മാരായ ആളുകൾ കുടിയേറി അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രമുണ്ടായി. എന്നാൽ ഒരു ഭാഗ്യം ഒന്ന് വായിച്ചാട്ടെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന കാര്യത്തോടുള്ള ബന്ധത്തിൽ കൂടുതലായി മനസ്സിലാക്കുവാൻ അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം. ഭൂതലത്തിൽ എങ്ങും കുടിയിരിപ്പാൻ അവൻ ഒരുത്തിൽ നിന്ന് മനുഷ്യജാതിയൊക്കെയും ഉളവാക്കി, അവരുടെ നിവാസത്തിന്റെ അതിരുകളും കാലങ്ങളും നിശ്ചയിച്ചു. ഞാൻ ആ വാക്യം ഇംഗ്ലീഷിൽ വായിച്ചു കൊള്ളട്ടെ. And has every nation and has determined their pre-appointed times and the boundaries of their dwelling. ലോകരാഷ്ട്രങ്ങളുടെ pre-appointed times and the boundaries, അവരുടെ അതിരുകളും ദൈവം നിശ്ചയിച്ചു. ലോകരാജ്യങ്ങൾ അവിചാരിതമല്ല. ഓരോ രാജ്യത്തിന്റെ അതിരുകളും ഓരോ രാജ്യത്തിനുള്ള കാലഘട്ടങ്ങളും അവർക്ക് നൽകപ്പെട്ട വർഷങ്ങളും സ്വർഗത്തിലെ ദൈവം നിശ്ചയിച്ചു. അങ്ങനെയാണോ? ദാനിയേലിന്റെ പുസ്തകം 7-ാം അധ്യായം, ദാനിയേലിന്റെ പുസ്തകം 3-ാം അധ്യായം വായിച്ചു നോക്കുക. ലോകത്തിൽ ഉയർന്ന സാമ്രാജ്യങ്ങൾ, ബാബിലോൺ, മേദ്യപാർശ്വർ, ഗ്രീക്കുകാർ, റോമാക്കാര്, ഓരോ സാമ്രാജ്യത്തിന്റെ കാലഘട്ടം ദൈവം പറഞ്ഞു. ഓരോ ലോക സാമ്രാജ്യങ്ങൾ ഉയരുന്ന ദൈവം മുമ്പ് കൂട്ടി പറഞ്ഞു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം അതിൽ നിന്ന് വിഭിന്നമല്ല. അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ വായിച്ച പോലെ ഓരോ രാഷ്ട്രങ്ങൾക്കും ദൈവം മുമ്പ് കൂട്ടി അവരുടെ കാലഘട്ടവും അവരുടെ നിവാസത്തിനുള്ള അതിരുകളും കാലഘട്ടവും ദൈവം നിശ്ചയിച്ചു. 17-ാം നൂറ്റാണ്ടിൽ 37 ലക്ഷം ജനങ്ങൾ യൂറോപ്പിൽ നിന്ന് കുടിയേറി അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ടാക്കി. ഭക്തന്മാരായ പ്യൂരിറ്റൻസ്, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസികൾ ആരാധനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവിടെ കുടിയേറി. വേദപുസ്തകം കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ കുടിയേറിയപ്പോൾ യഹൂദ രാഷ്ട്രത്തോടുള്ള ബന്ധത്തിൽ തിരുവചന സത്യങ്ങൾ അവർ മനസ്സിലാക്കി. അവരുടെ മധ്യത്തിൽ അനേക യഹൂദന്മാരുണ്ടായിരുന്നു. ആ രാഷ്ട്രം പിറന്നു വീണപ്പോൾ അവർക്ക് വേണ്ട സകല ഒത്താശകളും കൊടുക്കുകയും 1948 ഈ രാഷ്ട്രം പിറന്നു വീണപ്പോൾ ആദ്യം ലോകത്തിൽ അവരെ അംഗീകരിച്ച രാഷ്ട്രം അമേരിക്കയാണ്. 48 ഇസ്രയേൽ പിറന്നു വീണു.
48 പിറന്നു വീണതിന്റെ പിറ്റേ ദിവസം 15 ലക്ഷം അറബികൾ ആയുധങ്ങളെടുത്ത് അവരെ വളഞ്ഞു. അവരെ നിർമൂലമാക്കുവാൻ 15 ലക്ഷം അറബികൾ അവരുടെ നേതാക്കന്മാർ പറഞ്ഞ വിധത്തിൽ കയ്യിലുള്ള ആയുധങ്ങളുമായി യഹൂദനെ തുടച്ചു കളയുവാൻ വളഞ്ഞു. ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം 8 മാസത്തെ യുദ്ധത്തിന് ശേഷം അവരൊരു രാഷ്ട്രമായി നിലനിന്നതിന്റെ ഒരു കാരണം അമേരിക്ക അവരുടെ പിന്നിൽ നിന്നുകൊണ്ടാണ്. ഒരു ജനിച്ചു വീഞ്ഞ കുഞ്ഞിനെ ഞെക്കിക്കൊല്ലുവാൻ ശ്രമിക്കുന്ന ഒരു രാക്ഷസന്റെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ വിടുവിക്കണമെങ്കിൽ അതിലും ബലവാനായ ഒരു മനുഷ്യൻ അവിടെ ആവശ്യമാണ്. ലോകരാഷ്ട്രങ്ങളും അറബി രാജ്യങ്ങളും ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പിറന്നു വീണപ്പോൾ അവരെ ഞെക്കിക്കൊല്ലുവാൻ ശ്രമിച്ചപ്പോൾ സ്വർഗത്തിലെ ദൈവം അതിനു മുമ്പ് മറ്റൊരു രാക്ഷസനെ അമേരിക്ക എന്ന് പറയുന്ന ശക്തനായ ഒരു മല്ലനെ ദൈവം ഒരുക്കിയിരുന്നു. അമേരിക്കയുടെ സപ്പോർട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം നിലനിന്നതിന്റെ കാരണം. അമേരിക്കയുടെ വാസ്തവത്തിൽ ആ രാഷ്ട്രത്തിന്റെ ചരിത്രം പഠിച്ചാൽ അത് പറയുവാൻ സമയമില്ലെങ്കിലും എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, അമേരിക്കയുടെ ആ കിഴക്കേ ഭാഗം ന്യൂയോർക്ക്, ഫിലഡൽഫിയ മുതലായ പ്രദേശങ്ങളിൽ പ്രോട്ടസ്റ്റന്റ്സുകാര് 13 സ്ഥലങ്ങളിലാണ് അവർ കുടിയേറിയത്, ഇമിഗ്രൻസ്. ബാക്കി സ്ഥലങ്ങളെല്ലാം കാത്തലിക് ബ്രിട്ടീഷുകാരുടെ കീഴിൽ അമർന്നു. കാനഡയിൽ ഉണ്ടായിരുന്ന ഫ്രഞ്ചുകാര് താഴോട്ടിറങ്ങി. അതുപോലെ തന്നെ മെക്സിക്കോയിൽ നിന്നും സ്പാനിഷ്, മെക്സിക്കൻ ആളുകൾ അമേരിക്കയുടെ ഏറ്റവും വെസ്റ്റേൺ പാർട്ട് അവർ അവിടെ കൈവശപ്പെടുത്തി. കിഴക്കുള്ള ഒരു ചെറിയ ഭാഗം മാത്രമേ വിശ്വാസികളായ പ്യൂരിറ്റൻസിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. ദൈവം അത്ഭുതം പ്രവർത്തിച്ച് സകല പ്രദേശങ്ങളും വിശ്വാസികൾ അമരുവാൻ ദൈവം ഇടയാക്കി. അവർക്ക് ധനം ദൈവം നൽകി, അവർക്ക് പരിജ്ഞാനം ദൈവം നൽകി. ദൈവം അവർക്ക് സ്വാതന്ത്ര്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുത്തു. അവർ ഇസ്രായേലിന് വേണ്ടി തുണ നിന്നു. എന്നാൽ ഇന്ന് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ചില കാര്യങ്ങൾ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ. അമേരിക്ക എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ലോകത്തിൽ ആവശ്യമായിരുന്നു ഇസ്രായേലിനെ തുണയ്ക്കുവാൻ. ദൈവം അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തെ ഉണ്ടാക്കുകയായിരുന്നു. ഞാൻ അതാണ് ഓർപ്പിച്ചത്. അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഇമിഗ്രൻസ് കുടിയേറി പാർത്ത ഒരു പ്രതലമാണ്. അങ്ങനെ ഒരു രാഷ്ട്രത്തെ ദൈവം ഉണ്ടാക്കിയതാണ്. എന്നാൽ ആ രാഷ്ട്രം വിശ്വാസത്തിന് വേണ്ടി ഈ വേദപുസ്തകം കയ്യിലെടുത്തുകൊണ്ട് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നൊരു രാഷ്ട്രമാണ്. എന്നാൽ ദുഃഖത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ, ആ രാഷ്ട്രം ഇന്ന് സന്ദർശിച്ചാൽ നിങ്ങൾക്കറിയാം, ധാർമ്മികമായി അധപ്പതിച്ചൊരു രാഷ്ട്രമാണ്. ധാർമ്മിക മൂല്യങ്ങൾക്ക് ലെവലേശം പോലും വില കൊടുക്കാത്തൊരു രാജ്യമാണ്. ഇവിടെ നിന്നുകൊണ്ട് പരസ്യമായി എനിക്ക് പലതും പ്രസംഗിപ്പാൻ സാധ്യമല്ലേ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, 2008 അമേരിക്കയിലെ ഗവൺമെന്റ് നടത്തിയ സർവേയിൽ ഒരു കാര്യം അവർ വെളിപ്പെടുത്തി. അവിവാഹിതരുടെ മക്കൾ ആദ്യമായി വിവാഹിതരായവരുടെ മക്കളെക്കാട്ടിൽ അധികമായി 2008 സർവേയിൽ അവിവാഹിതരുടെ മക്കൾ 53%, വിവാഹിതരുടെ മക്കൾ 47% ഉള്ളൂ. അത് നിസ്സാര കാര്യമാണെന്ന് ചിന്തിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് കാണുന്ന ഏറിയ പങ്കും അവർ വിവാഹിതരല്ല. കുടുംബജീവിതം അവർക്ക് വളരെ നിസ്സാരമാണ്. എനിക്ക് തുറന്നു പറയുവാൻ നിവൃത്തിയില്ലേ. എന്നെ പ്രിയപ്പെട്ടവരെ, അവിടെ ടെലിവിഷനിലും മറ്റും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അവിടെയുള്ള സംഭവങ്ങളും കണ്ടാൽ വളരെ ലജ്ജ നമുക്ക് തോന്നും. ലോത്തിന്റെ കാലം പോലെയുള്ള കാര്യങ്ങൾ. ധാർമ്മികമായി ആ രാഷ്ട്രം അധപ്പതിച്ചു പോയി. ദൈവം അവരെ അനുഗ്രഹിച്ച് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിന് വേണ്ടി കുടിയേറിയ രാഷ്ട്രം ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രം പിറന്നു വീണപ്പോൾ ദൈവം ആ രാജ്യത്തെ ഉപയോഗിച്ചു അവരെ നിലനിർത്തുവാൻ. എന്നെ കേൾക്കുന്നവരെ അവിചാരിതമാണെന്ന് ഓർക്കരുത്. ദൈവം റോമക്കാരെ ഉപയോഗിച്ചു ഇസ്രായേലിനെ AD 70 ലോകത്തിൽ ചിതറിക്കുവാൻ. ദൈവം ബ്രിട്ടീഷുകാരെ ഉപയോഗിച്ചു 1917 പലസ്തീന്റെ പ്രദേശം വീണ്ടെടുത്ത്, തുർക്കികളുടെ കയ്യിൽ നിന്ന് വീണ്ടെടുത്ത് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ കൊണ്ടുവരുവാൻ. ദൈവം ജർമ്മനിയെ ഉപയോഗിച്ചു ഈ യഹൂദന്മാരെ വീണ്ടും പലസ്തീനിൽ കുടിയേറ്റുവാൻ. ദൈവം അമേരിക്ക ഉപയോഗിച്ചു ആ രാഷ്ട്രത്തെ ഇന്ന് വരെ പിടിച്ചു നിർത്തുവാൻ. എന്നാൽ ധാർമ്മികമായി അവർ അധപ്പതിച്ചപ്പോൾ ദൈവത്തിന്റെ ന്യായവിധി ആ രാഷ്ട്രത്തിന് മേൽ വന്നു. ഞാൻ ഓർപ്പിക്കട്ടെ, സെപ്റ്റംബർ 11 2001 ലോകപ്രസിദ്ധമായൊരു സംഭവം ഉണ്ടായി. സെപ്റ്റംബർ 10 2001 ഞാൻ തൃശ്ശൂർ ഇതുപോലൊരു മീറ്റിംഗിൽ പ്രസംഗിച്ചിട്ട് ഞാൻ പുനലൂർ
കൺവെൻഷൻ പ്രസംഗിക്കാൻ പോയിരിക്കുകയാണ്. 10-ാം തീയതി സെപ്റ്റംബർ 2001 ഞാൻ തൃശ്ശൂർ പ്രസംഗിച്ചു. അമേരിക്ക സാമ്പത്തികമായി തകർന്നു പോകും എന്ന് പ്രസംഗിക്കുകയുണ്ടായി. ഞാൻ പ്രസംഗിച്ച് ഇവിടെ നിന്ന് പോയി. അടുത്ത ദിവസം അത് സംഭവിച്ചു. എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഈ സെപ്റ്റംബർ 11, 2001 സംഭവം ഭയങ്കരമായ ഒരു സംഭവമാണ്. ഇന്ന് വാസ്തവത്തിൽ അമേരിക്ക സാമ്പത്തികമായി തകർന്നിരിക്കുന്നതിന്റെ അടിസ്ഥാന കാരണം ആ സെപ്റ്റംബർ 11 ആക്രമണമാണ്. ഞാൻ അതിന്റെ കാരണങ്ങൾ കാണിച്ചു തരാം. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം ഓർപ്പിക്കട്ടെ. ഈ സെപ്റ്റംബർ 11 ആ രാഷ്ട്രത്തിൽ വന്ന ദുരന്തം ഭയങ്കരമായ ദുരന്തമാണ്. ദൈവം അനുവദിച്ചിട്ടാണോ അത് സംഭവിച്ചത്? അമേരിക്കയിൽ തീവ്രമായ വാദപ്രതിവാദങ്ങളുണ്ടായി. വിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ വാദപ്രതിവാദങ്ങളുണ്ടായി. ഈ സെപ്റ്റംബർ 11 ദൈവ ന്യായവിധിയാണോ അല്ലയോ എന്നുള്ളത്. എന്നാൽ അന്ന് ദൈവവിശ്വാസികൾ ചൂണ്ടിക്കാണിച്ച വാക്യം ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം. അവിടെയുള്ള ദൈവവിശ്വാസികൾ ആമോസിന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം ചൂണ്ടിക്കാണിച്ചു. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവ വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? ദൈവം വരുത്തിയിട്ടല്ലാതെ നഗരത്തിൽ അനർത്ഥം ഭവിക്കുമോ? വേദപുസ്തകത്തിലെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് അമേരിക്കയിലെ വിശ്വാസികൾ അമേരിക്കയുടെ വിരൽ ചൂണ്ടി ധാർമ്മികമായി അധപ്പതിച്ച അമേരിക്കയ്ക്ക് ദൈവം അനുവദിച്ചിട്ടാണ് ഈ അനർത്ഥം വന്നതെന്ന് ആമോസിന്റെ പുസ്തകം 3:6 ആസ്പദമാക്കി അവർ പ്രസംഗിച്ചു. ഞാനും വിശ്വസിക്കുന്നു, ദൈവം അറിഞ്ഞുകൊണ്ടാണ് അമേരിക്കയ്ക്ക് അടിക്കടി അനർത്ഥങ്ങൾ സംഭവിക്കുന്നത്. സെപ്റ്റംബർ 11 സംഭവിച്ച അനർത്ഥം മാത്രമല്ല, റീത്ത, വിൽമ, ആൽഫ മുതലായ ഭീകരമായ കൊടുങ്കാറ്റുകൾ, ചുഴലിക്കാറ്റുകൾ, അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തകർച്ചകൾ ദൈവത്തെ അറിഞ്ഞൊരു രാജ്യം അധപ്പതിക്കുവാൻ തുടങ്ങി. എന്നാൽ ആ ദിവസത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ കൂടെ ഓർപ്പിക്കട്ടെ. സെപ്റ്റംബർ 11 ഭീകരന്മാർ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചിട്ടപ്പോൾ പത്രങ്ങളിലും വാർത്തകളിലും നമ്മൾ ശ്രദ്ധിച്ചു. അമേരിക്കയിലെ പ്രസിഡന്റ് ജോർജ് ബുഷ് പ്രസ്താവിച്ചു, We are at war. നമ്മൾ യുദ്ധത്തിലാണ്. ആ യുദ്ധം ഇന്നും അവസാനിച്ചിട്ടില്ല. അതിന്റെ ശേഷമാണ് അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലും അമേരിക്കൻ പടയാളികൾ കയറിയത്. അന്നവർ അവിടെ കയറിയതിന്റെ ഫലമാണ് $700 ബില്യണിലധികം ഇറാഖിൽ അവർ ചെലവഴിച്ചപ്പോൾ അവരുടെ സാമ്പത്തികമായി തകർച്ച അവർക്ക് സംഭവിച്ചു. ആ തകർച്ച ലോകവ്യാപകമായി സംഭവിച്ചു. സെപ്റ്റംബർ 11, 2001 ലോകപത്രങ്ങളുടെ തലക്കെട്ടിൽ വന്ന വാർത്ത, അമേരിക്കയുടെ പ്രസ്താവന, We are at war. എന്തുകൊണ്ടാണ് അമേരിക്കക്കാർ അങ്ങനെ ചിന്തിച്ചെന്നറിയാമോ? എന്തുകൊണ്ടാണ് അവരുടെ പ്രസിഡന്റ് അങ്ങനെ പ്രസ്താവിച്ചെന്നറിയാമോ? പറയാം. 1941 ഡിസംബർ മാസം 7-ാം തീയതി അമേരിക്ക രാഷ്ട്രം ഇതുപോലെയുള്ളൊരു അനുഭവം അനുഭവിച്ചു. പേൾ ഹാർബർ ബോംബ് ചെയ്തു. ജപ്പാനിലെ പൈലറ്റുമാർ അമേരിക്കൻ പേൾ ഹാർബർ ബോംബ് ചെയ്തപ്പോൾ അത് അമേരിക്ക ഒരു യുദ്ധമായി കരുതി നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബുകൾ വർഷിപ്പിക്കുവാൻ ഇടയാക്കി. 1949 സെപ്റ്റംബർ 7 അമേരിക്കൻ പേൾ ഹാർബറിൽ ജപ്പാൻകാർ ബോംബിട്ടപ്പോൾ അമേരിക്ക പ്രസ്താവിച്ചു, ഞങ്ങൾ യുദ്ധത്തിലാണ്. അതേ വാക്കുകൾ അവർ വീണ്ടും ആവർത്തിച്ചു, We are at war. എന്തുകൊണ്ടാണെന്നറിയാമോ? സെപ്റ്റംബർ 11-ാം തീയതി അവരുടെ സൈന്യത്തിന്റെ തലസ്ഥാനമായ അല്ലെങ്കിൽ കേന്ദ്രമായ പെന്റഗൺ അവർ പോയി അടിച്ചു. അമേരിക്കയുടെ വ്യാപാരത്തിന്റെ കേന്ദ്രമായ അഭിമാനത്തിന്റെ സ്തംഭമായ വേൾഡ് ട്രേഡ് സെന്റർ അവിടെ അടിച്ചിട്ടു. വാഷിംഗ്ടൺ, അമേരിക്കയുടെ ഭരണകൂടം കൂടുന്ന വാഷിംഗ്ടൺ DC-യിലേക്ക് പ്ലെയിനുകൾ മുന്നോട്ട് പോയി. അവർ കരുതി പേൾ ഹാർബർ ബോംബ് ചെയ്ത പോലെ തന്നെ ഞങ്ങളുടെ മിലിറ്ററി സെന്റർ പെന്റഗൺ ബോംബ് ചെയ്തപ്പോൾ, പ്ലെയിൻ വന്ന് അടിച്ചപ്പോൾ ഇതൊരു യുദ്ധമാണ് എന്നവർ കരുതി. യുദ്ധമാണെന്ന് അവർ കരുതിയെന്ന് മാത്രമല്ല, അന്ന് ജോർജ് ബുഷ് ചെയ്ത പ്രസംഗങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു, We are facing a new enemy. നമ്മളൊരു പുതിയ ശത്രുവിനെ നേരിടുന്നു. 1941 പേൾ ഹാർബർ ബോംബ് ചെയ്തപ്പോൾ അത് ജപ്പാൻകാരാണെന്ന് അവർക്ക് അറിയാമായിരുന്നു. എന്നാൽ സെപ്റ്റംബർ 11-ാം തീയതി വേൾഡ് ട്രേഡ് പെന്റഗണും അടിക്കുന്നത് ജോർജ് ബുഷ് പറഞ്ഞു ഒരു പുതിയ ശത്രുവാണ്. We are facing a new enemy. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു,
ദിസ് എനിമി ഈസ് ഈവിൾ, ഈവിൾ വൺസ്. ഇവർ ദുഷ്ടരാണ്, ഇവർ ദുഷ്ടതയാണ് പ്രവർത്തിക്കുന്നത്. ആരാണ് ആ ശത്രു? ലോകം അന്നുവരെ കണ്ടിട്ടില്ലാത്ത പുതിയൊരു ശത്രുവിനെ ലോകം മനസ്സിലാക്കി. അമേരിക്ക അന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ശത്രുവിന്റെ ആക്രമണം മനസ്സിലാക്കി. ഭീകരവാദം, ടെററിസം. ലോകത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു പുതിയ പ്രതിഭാസം. എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ലോകത്തിൽ ഇതുവരെ പട്ടാളക്കാരും പോലീസുകാരും ഉണ്ടായിരുന്നു, രഹസ്യ പോലീസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ലോകരാജ്യങ്ങൾക്ക് ഒരു പുതിയ സൈന്യത്തെ വാർത്തെടുത്തു. ബ്ലാക്ക് ക്യാറ്റ്സും ഭീകരന്മാരെ നേരിടുന്ന സൈന്യത്തെ രാജ്യങ്ങൾ വാർത്തെടുത്തു. എല്ലാ രാജ്യങ്ങൾക്കും, ഇന്ത്യ ഉൾപ്പെടെ ഇന്ന് ഭീകരന്മാരെ നേരിടുവാനുള്ള സൈന്യത്തെ വാർത്തെടുത്തപ്പോൾ ഈ വിശുദ്ധ വേദപുസ്തകം 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പ്രസ്താവിച്ചു, അവസാനത്തിൽ ഭീകരന്മാരുണ്ടാകും. യെസ്, ലൂക്കോസിന്റെ സുവിശേഷം ഒന്ന് എടുത്താട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കാലത്തിന്റെ അന്ത്യത്തിൽ നമ്മൾ വന്നു. ഇസ്രായേലിനെ തുണച്ചിരുന്ന അമേരിക്കയുടെ നെറുകയിൽ ഭീകരന്മാർ ആക്രമണം നടത്തിയപ്പോൾ ലോകത്തിന്റെ രാഷ്ട്രീയ ഗതികൾക്ക് വ്യത്യാസം വന്നു. ഞാൻ ആ ഭാഗം എടുക്കുകയാണ്. എന്നാൽ ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് കടന്നു പോകാം. നമ്മുടെ കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഓർപ്പിച്ചു, അന്ത്യകാലത്ത് ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടെ ഉണ്ടാകും, ഭയങ്കര കാഴ്ചകളും. Fearful sights, phobia, there will be terrors. ചില ഇംഗ്ലീഷ് ഭാഷാന്തരത്തിൽ there will be terrors, ഭീകരത ഉണ്ടാകും. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു പറഞ്ഞു, അന്ത്യകാലത്ത് ഭീകരതയുണ്ടാകും. ഞാൻ ചോദിച്ചോട്ടെ, ഏത് രാജ്യമാണ് സുരക്ഷിതത്വം? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബോംബെയിൽ എന്ത് സംഭവിച്ചു? ഇന്തോനേഷ്യയിൽ, ബോംബെയിൽ, പാകിസ്ഥാനിൽ, അമേരിക്കയിൽ, ഫ്രാൻസിൽ, ഇംഗ്ലണ്ടിൽ, ലോകത്തിന്റെ ഏത് കോണിലും ഭീകരന്മാർ ആഞ്ഞടിക്കുമ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, 2000 വർഷം മുമ്പ് വിശുദ്ധ വേദപുസ്തകത്തിൽ യേശുക്രിസ്തു മുമ്പ് കൂട്ടി കണ്ടു, കാലത്തിന്റെ അന്ത്യത്തിൽ ഭീകരന്മാർ ആക്രമിക്കും. ടെററിസം. എന്താണ് ഈ ഭീകരത്വം? ഞാൻ 1-2 വാക്യങ്ങൾ കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ പലയിടത്തും പ്രസംഗിക്കുമ്പോൾ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. എന്നെ കേൾക്കുന്നവരെ, ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഉൽപ്പത്തി പുസ്തകം 6:13 നമ്മൾ വായിക്കുന്നുണ്ട്, നോഹയുടെ കാലത്ത് എന്ത് സംഭവിച്ചു. നോഹയുടെ കാലത്ത് ഭൂമി അതിക്രമങ്ങൾ കൊണ്ടും വഷളത്തരം കൊണ്ടും നിറഞ്ഞു എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ വായിക്കുന്നത് the earth was filled with violence and corruption. ഭൂമി വയലൻസ് കൊണ്ട് നിറഞ്ഞു. ഇത് തന്നെയല്ലേ കർത്താവ് പറഞ്ഞത്? ലൂക്കോസ് 17:26 യേശുക്രിസ്തു പറഞ്ഞു, നോഹയുടെ കാലം പോലെ തന്നെ, മനുഷ്യപുത്രൻ വരുന്നതിന് മുമ്പ് നോഹയുടെ കാലം പോലെ തന്നെ. നോഹയുടെ കാലത്ത് ലോകത്തിൽ എന്തായിരുന്നു? അതിക്രമം, വയലൻസ്. എന്ത് ഭയങ്കരമായ വയലൻസ് ആണ്! മനുഷ്യനെ കൊല്ലുന്നതിനോ മനുഷ്യനെ പരസ്പരം കൊല്ലുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. ഒരു പുതിയ യുദ്ധം ലോകം അഭിമുഖീകരിക്കുകയാണ്, ഭീകരന്മാരുടെ ആക്രമണം. യെസ്, പലതും തുറന്നു പറയുവാൻ എനിക്ക് നിവൃത്തിയില്ലേ. എന്നാലും ചിന്തിക്കുന്നവർ ചിന്തിച്ചു കൊള്ളുക, ആരാണ്, എന്താണ് ഈ ഭീകരവാദം? വചനത്തിന് ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. സങ്കീർത്തനങ്ങൾ 73:19 ഒന്ന് നോക്കിയാട്ടെ. എന്നെ കേൾക്കുന്ന ആരെങ്കിലും പുതുതായിട്ട് ഇത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ തിരുവചനം ഭീകരന്മാരെ കുറിച്ചുള്ള നിർവചനം തരുന്നുണ്ട്. സങ്കീർത്തനം 73:19 നോക്കിയാട്ടെ. അവിടെ ഇങ്ങനെ വായിക്കുന്നു, 73:19 ഇങ്ങനെ വായിക്കുന്നുണ്ട്, എത്ര ക്ഷണത്തിൽ അവർ ശൂന്യമായി പോയി, അവർ മെരുക്ഷകളാൽ ശേഷം മുടിഞ്ഞുപോയി. ഇംഗ്ലീഷിൽ അത് വായിച്ചാൽ, oh how they are brought to desolation as in a moment, they are utterly consumed by terror. ഭീകരത കൊണ്ട് അവർ നിമിഷം കൊണ്ട് ശൂന്യമായി പോയി. എത്ര വാസ്തവമാണ്! നിമിഷങ്ങൾ കൊണ്ട് ശൂന്യമായി പോകുന്നു മനുഷ്യൻ. ഭീകരവാദം. യോബിന്റെ പുസ്തകം 15:21-22 വായിച്ചാൽ, യോബിന്റെ പുസ്തകം 15-ാം അധ്യായം, യോബിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 21-22 വാക്യം വായിച്ചാൽ,
ഇങ്ങനെ വായിക്കുന്നു, ഭീകരന്മാരെ കുറിച്ച് ഘോരനാദം അവന്റെ ചെവിയിൽ മുഴങ്ങുന്നു. സൗണ്ട്സ് ഓഫ് ടെറർ ആർ ഇൻ ഹിസ് ഇയേഴ്സ്. സുഖമായിരിക്കൽ കവർച്ചക്കാരൻ അവന്റെ നേരെ വരുന്നു. വയലറ്റ് പീസ് എ ഡിസ്ട്രോയർ കംസ് അപ്പോൺ ഹിം. അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് അവൻ വിശ്വസിക്കുന്നില്ല. അവൻ വാളിന് നിയമിച്ചിരിക്കുന്നു. ഹി ഡിസ്പൈസ് ഓഫ് എസ്കേപ്പിംഗ് ദ ഡാർക്ക്നെസ്, ഹി ഈസ് മാർക്ഡ് ഫോർ സോഡ്. വാളിന് അവൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഭീകരന്മാർ വാളിന് നിയമിക്കപ്പെട്ടവരാണ്, മരിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്തവരാണ്. ബോംബുകൾ കൊണ്ട് മരിക്കുവാൻ അവർ തയ്യാറായി മുന്നോട്ട് പോവുകയാണ്. അവർ അന്ധകാരത്തിൽ നിന്ന് മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്നില്ലേ? സമാധാനമായിരിക്കൽ ഭീകരന്മാർ അവരുടെ നേരെ വരുന്നു. എന്നെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, നാം ജീവിക്കുന്ന ഇന്ന് നാം കാലത്തിന്റെ അന്ത്യത്തിൽ എത്തിയെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ക്ഷാമവും ഭൂകമ്പവും പകർച്ചവ്യാധികളും ലോകത്തിൽ ആഗോളമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ പോലെ പുതിയൊരു പ്രവണത, പുതിയൊരു പ്രതിഭാസം, പുതിയൊരു യുദ്ധം, ഭീകരത. ജോർജ് ബുഷ് പറഞ്ഞ പോലെ ഞങ്ങൾ ഇന്ന് യുദ്ധത്തിലാണ്. ഒരു പുതിയ ശത്രുവിനെ ഞങ്ങൾ നേരിടുകയാണ്. ഇസ്രയേൽ ആ സംഭവം വളരെ ജിജ്ഞാസയായി നോക്കി നിന്നു. എന്തുകൊണ്ട് അവർ നോക്കിയെന്നറിയാമോ? അവർ 60 വർഷമായി ഈ ഭീകരവാദം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭീകരന്മാരുടെ താണ്ഡവം 60 വർഷമായി ഇസ്രയേൽ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയുടെ കോൺഗ്രസിനോട് പ്രസംഗിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, ടുഡേ വി ആർ ഓൾ അമേരിക്കൻസ്. അമേരിക്കൻ കോൺഗ്രസിൽ അവരുടെ മുൻ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇങ്ങനെ പ്രസംഗിച്ചു, ടുഡേ വി ആർ ഓൾ അമേരിക്കൻസ്. കാരണം എന്താ? ഞങ്ങളും നിങ്ങളെ പോലെ തന്നെ അമേരിക്കക്കാരാണ്. നിങ്ങൾ അനുഭവിച്ച ഭീകരവാദം, നിങ്ങൾ അനുഭവിക്കുന്ന ഭീകരന്മാരുടെ താണ്ഡവം കഴിഞ്ഞ 60 വർഷമായി ഞങ്ങൾ അനുഭവിക്കുന്നു. ഞങ്ങളും നിങ്ങളും ഇന്ന് അമേരിക്കക്കാരാണ് എന്ന് പ്രസ്താവിച്ചു. പക്ഷെങ്കിൽ ദുഃഖപൂർണമായ ചില സംഭവങ്ങൾ അതിൻ്റെ ശേഷം ലോക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ ഉണ്ടായി. എന്താണെന്നറിയാമോ? അമേരിക്ക ഇസ്രയേലിനെ തുണച്ചുകൊണ്ടിരുന്നു. ലോകരാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യപൂർവ്വ ദേശം ഇസ്ലാമിക് രാജ്യങ്ങൾക്കറിയാമായിരുന്നു, അവിടെയുള്ള പലപ്പോഴും ജാഥകളിൽ അമേരിക്കയുടെ പതാകയും ഇസ്രയേലിന്റെ പതാകയും കൂടെ ഒന്നിച്ച് കത്തിച്ചിരുന്നു. പലപ്പോഴും നമ്മളത് ടെലിവിഷനിലും മറ്റും കാണാറുണ്ട്. അമേരിക്കയുടെ കൊടികൾ കത്തിക്കുമ്പോൾ ഇസ്രയേലിന്റെ കൊടികളും അവർ കത്തിച്ചു. അവരിങ്ങനെ പ്രസ്താവിച്ചു, അമേരിക്ക ഈസ് എ ഗ്രേറ്റ് സേറ്റൻ ആൻഡ് ഇസ്രയേൽ ഈസ് എ ലിറ്റിൽ സേറ്റൻ. അമേരിക്കയാണ് ഭയങ്കര സാത്താൻ, ഇസ്രയേൽ കൊച്ചു സാത്താനാണ്. ഇത് സാധാരണ കേൾക്കുന്ന ഒരു സംഭവമാണ്. ഇസ്രയേൽ 60 വർഷമായി ഭീകരവാദത്തിന്റെ ഭയങ്കരത്വം അനുഭവിച്ചപ്പോൾ ഈ വേദപുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരു കാര്യം ഒന്ന് ചൂണ്ടിക്കാണിച്ചോട്ടെ. എസെക്കിയേൽ പ്രവചനം, എന്റെ പ്രിയപ്പെട്ടവരെ, ആ വാക്യം ഒന്ന് നോക്കി. 28-24 ഇസ്രായേൽ ഗൃഹത്തെ നിന്ദിച്ചവരായി അവരുടെ ചുറ്റുമുള്ള എല്ലാവരിൽ നിന്നും കുത്തുന്ന പറക്കാറിയും നോവിക്കുന്ന മുള്ളും ഇനി അവർക്കുണ്ടാകില്ല. അവരുടെ ചുറ്റും നിന്നും അവരെ കുത്തുന്ന പറക്കാരെയും നോവിക്കുന്ന മുള്ളും അടിക്കടി ഉണ്ടായി. ആരോടാണ് ദൈവം ഇത് പറയുന്നത്? 21-ാം വാക്യം, മനുഷ്യപുത്ര, നീ സീദോന്റെ നേരെ മുഖം തിരിച്ച് പ്രവചിക്കാം, സീദോനോട് നീ പ്രവചിക്കാം. ആരാണ് ഈ സീദോൻ? ടയർ ആൻഡ് സീഡോൺ, ആധുനിക ലെബനോൻ. ആധുനിക ലെബനോൻ. എന്നെ കേൾക്കുന്നവരെ, അവിടെ നിന്ന് ഹെസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം മൂലമാണ് ഇസ്രയേൽ ലെബനോനിൽ യുദ്ധത്തിന് കടന്നുപോയത്. ഇപ്പോൾ ഇസ്രയേൽ ഗാസയിൽ യുദ്ധത്തിന് കടന്നുപോയത് അവിടെ നിന്നുള്ള റോക്കറ്റ് ആക്രമണം കൊണ്ടാണ്. എടുത്താട്ടെ യോവേൽ പ്രവചനം, യോവേൽ പ്രവചനം 3-ാം അധ്യായം. യോവേൽ പ്രവചനം 3-ാം അധ്യായം. അവിടെ ദൈവം ഇതേ കാര്യം പറയുന്നുണ്ട്. യോവേൽ പ്രവചനം 3-ാം അധ്യായത്തിൽ അതിന്റെ 4-ാം വാക്യം നോക്കിയാതെ, സോരും സീദോനും സകല ഫിലിസ്ത്യ ദേശമായുള്ളവരെ. സോരും സീദോനും ടയർ ആൻഡ് സീഡോൺ, ഇസ്രയേലിന്റെ വടക്ക് ഭാഗത്ത് കിടക്കുന്ന ലെബനോൻ. ഫിലിസ്ത്യ ദേശം ആധുനിക ഗാസ. നോക്കിയേ, ടയറും സീഡോണും ലെബനോനും, ലെബനോന്റെ പ്രദേശവും ഗാസയുടെ പ്രദേശവും, ഈ ഭാഗത്ത് നിന്ന് അവരെ കുത്തുന്ന മുള്ളും നോവിക്കുന്ന പറക്കാരെയും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവാത്മാവ് രേഖപ്പെടുത്തി വെച്ചു. ദൈവം അത് പ്രവചിച്ചു പറഞ്ഞു. എന്നാൽ പറഞ്ഞു, യേശുക്രിസ്തു മടങ്ങി വന്നാൽ നിങ്ങളെ ഇനി കുത്തുന്ന മുള്ളും നോവിക്കുന്ന പറക്കാരെയും ഉണ്ടാകില്ല. ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണം നിർത്തുവാൻ ഇസ്രയേൽ അവിടെ കടന്നു, എന്നാൽ സാധിച്ചിട്ടില്ല.
വീണ്ടും ആ തീവ്രവാദികൾ വളരെ ശക്തന്മാരാണ്. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വീണ്ടും മടങ്ങി വരാം. ഇസ്രായേൽ അമേരിക്കയുടെ തീവ്രാക്രമണം, ഈ തീവ്രന്മാരുടെ ടെററിസ്റ്റുകളുടെ ആക്രമണം സംഭവിച്ചപ്പോൾ ഇസ്രായേൽ ചിന്തിച്ചു, അമേരിക്ക ഞങ്ങളോട് കുറച്ചുകൂടെ സ്നേഹം കാണിക്കും, ഞങ്ങളെ കുറച്ചുകൂടെ കൂട്ടുപിടിക്കും, ഞങ്ങളെ തുണയ്ക്കും എന്ന് കരുതി. എന്നാൽ അതിന് പകരം സംഭവിച്ച കാര്യങ്ങൾ ദുഃഖപൂർണമാണ്. ലോകരാഷ്ട്രീയത്തിൽ സംഭവിച്ച വ്യതിയാനങ്ങൾ ദുഃഖപൂർണമാണ്. എന്നാൽ അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. ഓസ്ലോ കരാർ എന്ന് പറഞ്ഞ് പലസ്തീനിയൻ ഇസ്രായേൽ കരാറിന് വേണ്ടി അമേരിക്ക ഇസ്രായേലിനെ നിർബന്ധിച്ചപ്പോൾ അവരുടെ തുറുങ്കുകളിൽ, ജയിലുകളിൽ അടച്ചിരുന്ന ഒരു വലിയ കുറ്റവാളിയെ വിട്ടുകൊടുക്കുവാൻ അറബി രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ഇസ്രായേൽ മടി കാണിച്ചു. അമേരിക്കയുടെ സമ്മർദ്ദം കൊണ്ട് ആ വ്യക്തിയെ ഇസ്രായേൽ പുറത്തുവിട്ടു. അവർ ആഹ്ന്ന് കിണഞ്ഞു പറഞ്ഞു, ഇസ്രായേൽ ഞങ്ങൾ വിടില്ല, അവന്റെ കയ്യിൽ ചോരയുണ്ടെന്ന് പറഞ്ഞു. 1986 ഇസ്രായേലിലെ അവരുടെ കുഞ്ഞുങ്ങളും സ്ത്രീകളും യാത്ര ചെയ്യുന്ന ബസ്സിൽ ബോംബ് വെച്ച് പൊട്ടിച്ചൊരുവനെ അവർ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. എന്നാൽ ഓസ്ലോ കരാർ ഒപ്പുവെച്ചതിന്റെ ഫലമായി അമേരിക്കയുടെ സമ്മർദ്ദം മൂലം രാഷ്ട്രീയ തടവുകാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തപ്പോൾ ഈ വ്യക്തിയെ വിട്ടുകൊടുക്കുവാൻ നിർബന്ധിതരായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു കാര്യം ഓർക്കുക, ആ വ്യക്തിയെ വിട്ടുകൊടുക്കുവാൻ ഇസ്രായേൽ മടി കാണിച്ചെങ്കിലും അമേരിക്കയുടെ സമ്മർദ്ദം മൂലം വിട്ടുകൊടുത്തു. എന്നാൽ അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചിട്ട ആ ഭീകരന്മാരിൽ പ്ലെയിൻ പറത്തിയ ഒരുവൻ ഇസ്രായേൽ അന്ന് വിട്ടുകൊടുത്ത ഒരു തടവുകാരനായിരുന്നു. ഇസ്രായേൽ വിട്ടുകൊടുക്കുവാൻ മടി കാണിച്ച തടവുകാരനാണ് അമേരിക്കയുടെ നെറുകയിൽ പ്ലെയിൻ കൊണ്ട് അടിച്ച ഒരു ഭീകരൻ. എന്നിട്ടും അമേരിക്ക പഠിച്ചില്ല. അമേരിക്ക ഇസ്രായേലിനെ കൂട്ടുപിടിച്ച് ഭീകര പ്രവർത്തനത്തിന് വിരുദ്ധമായ ഒരു കൂട്ടുകെട്ടുണ്ടാക്കുമെന്ന് കരുതി. ഇല്ല, അമേരിക്ക അറബി രാജ്യങ്ങളെ കൂട്ടുപിടിക്കാൻ പോയി. അറബി രാജ്യങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഭീകരന്മാർ കരുതി വാദിപ്പാനായിട്ട് കടന്നുപോയപ്പോൾ ഒസാമ ബിൻ ലാദൻ ചില പ്രസ്താവനകൾ നടത്തി. അമേരിക്കയുടെ വേൾഡ് ട്രേഡ് സെന്റർ അടിച്ചിട്ടവരെ താൻ പുകഴ്ത്തി പറഞ്ഞു. താൻ അവരെ പുകഴ്ത്തി പറഞ്ഞെന്ന് മാത്രമല്ല, താൻ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കുന്ന ഒരു രാഷ്ട്രമാണ്, അറബി രാജ്യങ്ങളുടെ സ്നേഹം പിടിച്ചു പറ്റുവാൻ ശ്രമിക്കുന്നത് അപകടമാണെന്ന് അറബി രാജ്യങ്ങളെ ബിൻ ലാദൻ ഓർപ്പിച്ചു. മാത്രമല്ല, ബിൻ ലാദൻ പ്രഖ്യാപിച്ചു, ഈ യുദ്ധം വിശുദ്ധ യുദ്ധമാണ്, യെരുശലേമിന്റെ മോചനത്തിന് വേണ്ടിയും അമേരിക്ക മെക്ക മദീന അവരുടെ പുണ്യസ്ഥലത്ത് നിന്ന് പോകുന്നതിന് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോൾ മറ്റ് ചില സംഭവവികാസങ്ങൾ നടന്നു. കൂടാതെ തൻ്റെ മകളെ താലിബാന്റെ തലവനായ മുല്ല ഓമറിന്റെ മകന് വേണ്ടി വിവാഹം കഴിച്ചു കൊടുത്തപ്പോൾ ബിൻ ലാദൻ അന്നൊരു കവിത ചൊല്ലി. യെരുശലേമിനെ കുറിച്ചുള്ള ഒരു കവിത. യെരുശലേമിന്റെ മുറിപ്പാടുകൾ എൻ്റെ ഹൃദയത്തിൽ പുതിയ മുറിവാണെന്ന് പറഞ്ഞുകൊണ്ട് താൻ ഒരു പാട്ട് പാടി. അറബി രാജ്യങ്ങൾ മനം തിരിഞ്ഞു. അമേരിക്കയുടെ സംഘത്തിൽ കടന്നുപോയ രാഷ്ട്രങ്ങൾ ഒന്നൊന്നായി മാറി. അമേരിക്കയോട് അവർ പറഞ്ഞു, ഇസ്രായേലിനെ കൈവിടാതെ, പലസ്തീന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്താതെ ഞങ്ങൾ അമേരിക്കയെ തുണയ്ക്കില്ല എന്ന് പരസ്യമായി അവർ പറഞ്ഞപ്പോൾ അമേരിക്ക ഒറ്റപ്പെടുകയുണ്ടായി. എന്നാൽ ഈ അമേരിക്ക എന്ത് ചെയ്തെന്നറിയാമോ? അമേരിക്ക പരസ്യമായി ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല, ജോർജ് ബുഷ് പ്രസ്താവിച്ചു, അവരുടെ അമേരിക്കൻ ഫോറിൻ പോളിസി ഒഫീഷ്യലി സപ്പോർട്ടിംഗ് ദ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് പലസ്തീനിയൻ സ്റ്റേറ്റ്, ഒരു പലസ്തീനിയൻ രാഷ്ട്രത്തെ രൂപീകരിക്കുവാൻ അമേരിക്കയുടെ ഫോറിൻ പോളിസി അവർ പ്രഖ്യാപിച്ചു. ഇസ്രായേലിനെ അതുവരെ തുണച്ചുകൊണ്ടിരുന്ന അമേരിക്ക കൈവിട്ടു. ഈ വിശുദ്ധ വേദപുസ്തകം എന്ത് പറയുന്നതെന്നറിയാമോ? ലോകരാജ്യങ്ങളെല്ലാം ഇസ്രായേലിനെ കൈവിട്ടു, അമേരിക്ക മാത്രം തുണച്ചിരുന്നു. എന്നാൽ ഈ ഭീകരവാദത്തിന്റെ ശേഷം നമ്മൾ ഓർത്തുകൊണ്ടിരുന്ന പോലെ അറബി രാജ്യങ്ങൾ അമേരിക്കയെ തുണയ്ക്കാതെ വന്നപ്പോൾ അമേരിക്ക ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു. പലസ്തീൻ രാഷ്ട്രം രൂപീകരിപ്പാൻ അവർ മുന്നോട്ട് പോയി. ഞാൻ അടുത്ത സെഷനിൽ ആ കാര്യം എടുക്കും. എന്നാൽ ഈ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ ജെരമ്യാ പ്രവചനത്തിലേക്ക് ഒന്നുകൂടെ വന്നാട്ടെ. അതിന്റെ 30-ാം അധ്യായം. നാം എത്രത്തോളം കാലത്തിന്റെ അന്ത്യത്തിൽ എത്തിയെന്ന് നോക്കുക. നമുക്ക് ബുദ്ധി ദൈവം തന്നിട്ടുണ്ട്, അവന്റെ വിശുദ്ധ വചനം നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവസഭ മാറ്റപ്പെട്ട ശേഷം
ഇസ്രായേലിനെ തുണയ്ക്കുവാൻ ആരുമില്ലാതെ വരുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകങ്ങളുടെ ദൈവം പറഞ്ഞു. യെരമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. ഞാൻ ഇസ്രായേലിന്റെയും യഹൂദയുമായ എൻ്റെ ജനത്തിന് പ്രവാസം മാറ്റുവാനുള്ള കാലം വരും. ഞാൻ അവരുടെ പിതാക്കന്മാർ കൊടുത്ത ദേശത്തിലേക്ക് അവരെ മടക്കി വരുത്തും. അവരതിനെ കൈവശമാക്കും എന്ന് ദൈവം പറയുന്നു. എന്നാൽ അതിൻ്റെ ശേഷം അതിൻ്റെ 5 തൊട്ട് 7 വരെയുള്ള വാക്യം, 7-ാം വാക്യം നോക്കിയാട്ടെ. അവർ മടങ്ങി വന്ന ശേഷം ആ നാൾ പോലെ വേറെയില്ലാതെ വണ്ണം വലുതായ ഒരു കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. ഇസ്രായേൽ മടങ്ങി വന്ന ശേഷം അവർ ക്രൂശിച്ച മശിയെ തിരിച്ചറിയുവാൻ യാക്കോബിന്റെ കഷ്ടകാലം ഒരു ഭയങ്കര കഷ്ടകാലത്തിലേക്ക് അവർ കടക്കും. എന്നാൽ ആ കഷ്ടകാലത്തിൽ അവർ കടക്കുമ്പോൾ വളരെ വ്യക്തമായ ദൈവത്തിൽ ഓർപ്പിച്ചു, ഇറ്റ് ഈസ് ദ ടൈം ഓഫ് ജേക്കബ്സ് ട്രബിൾ. യാക്കോബിന്റെ കഷ്ടകാലമാണ്. ഇനിയും ആ 13-ാം വാക്യം നോക്കിയാട്ടെ. നിങ്ങൾ ഒന്ന് അടിയറയിട്ട് സൂക്ഷിക്കുക. 13-ാം വാക്യം ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ലേ. 14-ാം വാക്യം, നിന്റെ സ്നേഹിതന്മാരൊക്കെയും നിന്നെ മറന്നിരിക്കുന്നു. ഇസ്രായേലിനോട് ദൈവം പറയുകയാണ്, നിന്നെ ഞാൻ മടക്കിക്കൊണ്ടുവന്ന് നിന്റെ ദേശത്ത് പാർപ്പിക്കും. നിന്നെ ഞാൻ ശുദ്ധീകരിക്കാൻ തുടങ്ങുകയാണ്. എന്റെ ജനമായ സഭയെ ഈ ലോകത്ത് നിന്ന് മാറ്റിയ ശേഷം, കാഹളം ധ്വനിപ്പിച്ച് അവരെ മധ്യാകാശത്തിലേക്ക് എടുത്തുള്ളപ്പെട്ട ശേഷം ഞാൻ നിന്നെ ശുദ്ധീകരിക്കാൻ പോവുകയാണ് ഇസ്രായേലേ. ആ സമയത്ത് നിന്നെ തുണയ്ക്കുവാൻ ആരുമുണ്ടാകില്ല. നിന്റെ സ്നേഹിതന്മാർ നിന്നെ കൈവിടും. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ പ്രവചനം ഏതാണ്ട് നിവർത്തിക്കപ്പെട്ട് കഴിഞ്ഞു. ഇസ്രായേലിന് സ്നേഹിതനായി നിന്നത്, ഇസ്രായേലിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഇസ്രായേലിന് വിരുദ്ധമായി. ഈ പ്രവചനത്തിൽ പറഞ്ഞു നോക്കുക, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ലേ. കഴിഞ്ഞ നാളുകളിൽ അമേരിക്ക UN വീറ്റോ ചെയ്തും അവർക്ക് വേണ്ടി വോട്ട് ചെയ്തും അവരെ സപ്പോർട്ട് ചെയ്ത് നിന്നെങ്കിൽ, ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഇന്ന് ഇസ്രായേലിനുള്ള അമേരിക്കയുടെ മുഖഭാവം മാറിക്കഴിഞ്ഞു. ഒരു പുതിയ പ്രസിഡന്റ്, ഹുസൈൻ എന്ന് മധ്യപേരുള്ള ഒരു പ്രസിഡന്റ് ചരിത്രത്തിൽ ആദ്യമായി അമേരിക്കയുടെ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞു. അറബ് രാജ്യങ്ങളെ പ്രീതിപ്പെടുത്തും എന്നുള്ളതിന് തർക്കമില്ല. എന്നെ പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിന്റെ ഒരു നിർണായക ഘട്ടം, ചരിത്രത്തിന്റെ ഒരു വഴിത്തിരിവിൽ നമ്മൾ എത്തി, യാതൊരു തർക്കവുമില്ല. ദൈവജനം നമ്മുടെ കയ്യിൽ തന്നത് കാലങ്ങളെ വിലയിരുത്തി മനസ്സിലാക്കുവാനാണ്. ഇസ്രായേലിനെ ഞാൻ മടക്കിക്കൊണ്ടുവരും. ദൈവം പറഞ്ഞു, നിങ്ങളുടെ പിതാക്കന്മാർക്ക് കൊടുത്ത ദേശത്ത് തന്നെ ഞാൻ കൊണ്ടുവന്നു. ഇസ്രായേലിനെ തന്നെ ശുദ്ധീകരിക്കുവാൻ ഒരു സമയം ഞാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്തിന്റെ പേര് യാക്കോബിന്റെ കഷ്ടകാലം. കർത്താവ് യേശുക്രിസ്തു മത്തായിയുടെ സുവിശേഷം 24:21 പറഞ്ഞ പോലെ, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായി വലിയ കഷ്ടം വരും. ദൈവസഭ മാറ്റപ്പെട്ടു കഴിഞ്ഞാൽ, അടുത്തായിട്ട് പറഞ്ഞു 13-ാം വാക്യത്തിൽ, നിനക്ക് വേണ്ടി വ്യവഹാരം നടത്തുവാൻ ആരും ഉണ്ടായിരിക്കില്ല. ഈ ദിവസങ്ങളിലെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചോ? കേരളത്തിലെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്തപ്പോൾ ശ്രദ്ധിച്ചോ? എല്ലാ കോണുകളിലും യഹൂദനെതിരായിട്ട് ബാനറുകൾ കിളരുന്നു. ലോകത്തിലാകമാനം അവർക്കെതിരായി ബാനറുകൾ കിളന്നു. യൂറോപ്യൻ രാജ്യങ്ങള്, അമേരിക്കയുടെ പ്രദേശങ്ങളില്, ലോകത്തിന്റെ എല്ലാ കോണിലും ഇസ്രായേലിന് വിരുദ്ധമായി ബാനറുകൾ ഉയരുന്നു. അവരെ തുടച്ചു നിന്ന് അമേരിക്ക പോലും UN അവർക്കെതിരായി ശബ്ദം ഉയർത്തി കഴിഞ്ഞു. വചനത്തിൽ പറഞ്ഞത് ഓർക്കുക, നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരും ഉണ്ടായിരിക്കില്ല. നിന്റെ സ്നേഹിതന്മാരും നിന്നെ കൈവിടും. ഒരു വാക്യം കൂടെ ശ്രദ്ധിക്കുക. യെശയ്യാ പ്രവചനം 63-ാം അധ്യായം. യെശയ്യാ പ്രവചനം 63-ാമത്തെ അധ്യായം. യെശയ്യാ പ്രവചനം 63. നമ്മുടെ കർത്താവിന്റെ മടങ്ങിവരവാണ് വിഷയം. നമ്മുടെ കർത്താവ് മടങ്ങി വരുന്ന കാര്യമാണ് പറയുന്നത്. അവൻ വന്ന് ഇസ്രായേലിന് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ, ഇസ്രായേലിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ, ആ വാക്യം ഒന്ന് നോക്കിയാട്ടെ. അതിന്റെ 3-ാം വാക്യം, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. അതിന്റെ 5-ാം വാക്യം, ഞാൻ നോക്കി എങ്കിലും സഹായിപ്പാൻ ആരുമില്ലായിരുന്നു. ഞാൻ വിസ്മയിച്ചു നോക്കിയെങ്കിലും തുണപ്പാൻ ആരെയും കണ്ടില്ലേ. ആരുമില്ലേ. ഇസ്രായേലിനെ തുണയ്ക്കുവാൻ ആരുമില്ലേ. ലോകത്തിൽ ഒരു രാഷ്ട്രമില്ലേ.
അവരെ തുണയ്ക്കുവാൻ ഏക വ്യക്തി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രം. അവൻ മടങ്ങി വരും. അവൻ അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും, അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. എന്നാൽ ഞാൻ ഓർപ്പിക്കട്ടെ, അത് സംഭവിക്കുന്നതിന് മുമ്പ് തൻ്റെ ജനം മാറ്റപ്പെടണം. കർത്താവിൻ്റെ ജനം മധ്യാകാശത്തിലേക്ക് മാറ്റപ്പെടണം. ഭൂമിയിലെങ്ങും വരുന്ന പരീക്ഷകാലത്ത് ഞാൻ നിന്നെ കാക്കും. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. തുടർന്ന് ഈ വിഷയം ഞാൻ എടുക്കും. എന്നാൽ ആധുനികമായ ലോകത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ വ്യതിയാനം, ഏറ്റവും വലിയ സംഭവം, ഇസ്രായേലിന് തുണനിന്ന അമേരിക്ക. നാം ഓർത്തു, അമേരിക്ക അവിചാരിതമായ ഒരു രാഷ്ട്രമല്ല. അമേരിക്ക ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം, ദൈവം നിശ്ചയിച്ച സമയത്ത്, ദൈവം നിശ്ചയിച്ച അതിരുകൾക്കുള്ളിൽ ആ രാഷ്ട്രം ഉണ്ടായി. ആ രാഷ്ട്രം ഇസ്രായേലിനെ തുണയ്ക്കുവാൻ ദൈവം ഒരുക്കിയെടുത്തു. എന്നാൽ കാലത്തിൻ്റെ അന്ത്യത്തിൽ ദൈവനത്തിൽ ഓർപ്പിച്ച പോലെ നിന്റെ സ്നേഹിതന്മാർ നിന്നെ കൈവിടും. അമേരിക്ക മുറിവേറ്റുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ മൂലം. അമേരിക്ക വളരെ പ്രത്യക്ഷമായി ഇസ്രായേലിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, യേശുക്രിസ്തു മടങ്ങി വരും എന്നുള്ളത് വിശുദ്ധന്മാരുടെ പ്രത്യാശയാണ്. അവൻ വരും, വേഗം വരും. അവൻ വരുവാൻ ഇനി ഒട്ടും താമസമില്ല. ചരിത്രത്തിൻ്റെ ഏറ്റവും പ്രത്യേകമായ ഒരു കാലഘട്ടത്തിൽ ഒന്നൊന്നായ സംഭവങ്ങൾ നിവർത്തിക്കപ്പെടുന്ന ഈ സമയത്ത് നമ്മുടെ കർത്താവ് വേഗം വരാൻ പോകുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. തൻ്റെ ജനത്തിന് ഭയപ്പെടുവാൻ ഒന്നുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാൻ ഒരുങ്ങാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, അവന് വേണ്ടി ഹൃദയം തുറന്നു കൊടുത്ത് അവനുമായിട്ടൊരു ഉടമ്പടി ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, എത്ര ഭയാനകമായൊരു ദിവസമായിരിക്കും. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രൂപാന്തരവും ഒരു തീരുമാനം ഉണ്ടാകുവാൻ ദൈവമിടയാക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.